നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. എല്ലാ വെളിച്ചം ചാനൽ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഈ ഓണനാളുകളിൽ, അതായത് സെപ്റ്റംബർ 4-5 തീയതികളിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഓണം കെങ്കേമമാക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. 2025 സെപ്റ്റംബർ 4-5 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ, ഉത്രാടത്തിന് സെപ്റ്റംബർ 4 വെളുപ്പിന് 5:21 AM മുതൽ സെപ്റ്റംബർ 6 ചതയം സെപ്റ്റംബർ 6 രാവിലെ 11:21 AM വരെ ആണ് ഇതിൻ്റെ കറക്റ്റ് ടൈമിങ്. ഈ ദിവസങ്ങളിൽ 4-ാം തീയതി വ്യാഴാഴ്ച ഉത്രാടത്തിന് മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യവർദ്ധനമുണ്ടാക്കും. മഞ്ഞ അല്ലെങ്കിൽ ഇളം മഞ്ഞ അല്ലെങ്കിൽ മഞ്ഞ ഡിസൈനുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഉത്രാടത്തിന് 4-ാം തീയതി വ്യാഴാഴ്ച ഭാഗ്യവർദ്ധനം ഉണ്ടാവുന്നതാണ്. ഓക്കെ. തിരുവോണത്തിന് 5-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഈ നിറങ്ങളുടെ ഈ ചുവപ്പിൻ്റെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ചുവപ്പ് ഡിസൈനുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ തിരുവോണ ദിവസം ഭാഗ്യവർദ്ധനം ഉണ്ടാവുന്നതാണ്. ഓക്കെ. പിന്നെ ഇവിടെ മിക്ക 12 രാശിക്കാരെ കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ആർക്കും തന്നെ ദോഷാധിക്യമില്ല. ചുരുക്കത്തിൽ ഉത്രാടം തിരുവോണം ദിവസങ്ങളിൽ പൊതുവെ എല്ലാവർക്കും നല്ല ദിവസങ്ങളൊക്കെ തന്നെ ആയിരിക്കും. കാരണം നമ്മളെല്ലാവരും ഭക്തന്മാരാണ്, ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു തിരുവോണ നാളുകളായിരിക്കും ഈശ്വരൻ നമുക്ക് സമ്മാനിക്കുക എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഓക്കെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച ദിവസം ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് ധനവരവുണ്ടാവും. ബന്ധുക്കളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ, ധനം മാത്രമല്ല മറ്റ് രീതിയിലുള്ള സമ്മാനങ്ങളുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ദിവസങ്ങളാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പക്ഷേ ചില ദിവസമൊന്നും നറുക്കെടുപ്പ് കാണത്തില്ല. എങ്കിലും പൊതുവെ ഭാഗ്യവർദ്ധന ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട, അതായത് കൃഷി, റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. പൊതുവെ മേടം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്ന ഈ ഓണനാളുകളിൽ. ഇനി ഇടവൻ രാശി കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. കാരണം ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് 5 ഗ്രഹങ്ങളുണ്ട്. എങ്കിലും ശനി, വ്യാഴം, ശുക്രൻ, ബുധൻ എന്നീ 4 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. തീർച്ചയായിട്ടും സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. തീർച്ചയായിട്ടും ബന്ധങ്ങളൊക്കെ ഓണത്തിന് എല്ലാവരും ഒത്തുകൂടുമല്ലോ, പല വീടുകളിലായിട്ട്, പല തറവാടുകളിലായിട്ട്. തീർച്ചയായിട്ടും ബന്ധങ്ങളെല്ലാം ഊഷ്മളമാവും, സുദൃഢമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടും. ഓക്കെ. പിന്നെ ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും ഇവർക്ക് വിജയ സാധ്യതയാണ് കാണുന്നത്. പിന്നെ കലാസാഹിത്യ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടം ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. വ്യാഴയുടെ 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുകയാണ്. ഓക്കെ. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. മിഥുനം രാശിക്ക് ചന്ദ്രൻ അനുകൂലമല്ല, പ്രതികൂലമാണ്. വ്യാഴം പ്രതികൂലമാണ്, ചൊവ്വ പ്രതികൂലമാണ്,
ശനിയും പ്രതികൂലമാണ്. 4 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. ഇവർ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് സൂര്യൻ ഈ ചിങ്ങമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, സന്താന നേട്ടം, പിതൃഗുണം ഇവയൊക്കെ അനുഭവത്തിൽ വരും. ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ സാധ്യതയുണ്ട്. ധനവരവുണ്ടാവും. പൊതുവെ മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. ഇനി മിഥുനം രാശി മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം അവസാന 3 പാദം. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അവരുടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് ബെറ്ററായിട്ട് വരികയാണ് കർക്കിടകം രാശി. 4 ഗ്രഹങ്ങൾ ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു. കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇനി ചിങ്ങം രാശി മകം, പൂര, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ഇവർക്ക് സൗഹൃദം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും. ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ ഇവ 3 അനുകൂലമാണ്. തീർച്ചയായിട്ടും ധനവരവുണ്ടാവും. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് വ്യാഴം. തീർച്ചയായിട്ടും ഭൗതിക സുഖങ്ങൾ ഒക്കെ ലഭിക്കുമെങ്കിലും സൂര്യൻ, ബുധൻ, ശിഖി, സർപ്പം, ശനി എന്നീ 5 ഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട്. അപ്പോൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. തൊഴിൽ ലാഭം അത് പ്രശ്നം ഉണ്ടാക്കും. കാരണം ചിങ്ങ രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വഴിപാടുകൾ നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുണ്ടിക്ക് വഴിപാടുകൾ നടത്തുക. പൊതുവെ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പൊതുവെ ഇവർക്ക് ബന്ധങ്ങൾ സുദൃഢമാവും. അതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് ഈ ദിവസങ്ങളിൽ. ഓക്കെ, ഇനി കന്നി രാശി നോക്കാം. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് 4 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിലെ, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പൊതുവെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗങ്ങളിൽ നേട്ടമുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. കന്യാരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി തുലാം രാശി ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യം തന്നെയാണ്. ഇവിടെ ചന്ദ്രൻ ഇവർക്ക് അനുകൂലമല്ല, ഡയറക്റ്റായിട്ട് അനുകൂലമല്ല, ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട്. ശനി, വ്യാഴം, സർപ്പം, ശിഖി, പിന്നെ സൂര്യൻ, ബുധൻ ഇവയൊക്കെ അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും, ദൈവാധീനം ഉണ്ടാവും, തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും, ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും, അതുപോലെ തന്നെ സർവകാര്യ വിജയം, അതുപോലെ തന്നെ
സാങ്കേതിക രംഗത്ത് മേന്മകൾ, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത. പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ്. വ്യാഴം മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അഷ്ടമത്തിലാണ് വ്യാഴം. അപ്പോൾ ഇവർ മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച വഴിപാടുകൾ നടത്തുക. ചിങ്ങം മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയുണ്ടാവും. സമൂഹത്തിലെ ഉന്നതരുമായിട്ട് ഇവർക്ക് ബന്ധം സ്ഥാപിക്കാനും അതുവഴി നേട്ടം നേടാനും പറ്റും. അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നീങ്ങും. അതുപോലെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഈ ഓണനാളുകളിൽ ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലപൂരാട ഉത്രാട ആദ്യപാദം. ധനുരാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ദാമ്പത്യ സുഖം, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. പൊതുവെ ഒരു ദൈവാധീനം ഇവർക്കുണ്ടാവും. കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും വ്യാഴാഴ്ച വരെ വ്യാഴം പ്രതികൂലമായതിനാൽ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഞായറാഴ്ച ശിവന്, വെള്ളിയാഴ്ച ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുണ്ടിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഇവർക്കൊരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും. പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് പ്രണയ ജീവിതത്തിൽ നേട്ടമുണ്ടാവും. അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. പൊതുവെ ദൈവാധീനം കാണുന്നു. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. എങ്കിലും ഇവർക്ക് ശനി, സർപ്പം, ചൊവ്വ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണാധിക്യമാണ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 1 വർഷമായിട്ട് ഇവർക്ക് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ മാറിത്തുടങ്ങി ഗുണാധിക്യത്തിലേക്ക് മന്ദം അടിവെച്ച് വരികയാണ് മീനം രാശിക്കാർ. നമ്മുടെ ലാലേട്ടൻ്റെ രാശിയാണ് മീനം. അദ്ദേഹത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അതൊക്കെ വളരെയധികം നെഗറ്റീവായിട്ടുള്ള സമയത്താണ് അതൊക്കെ ഉണ്ടായത്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഗുണാധിക്യമാണ് വന്നേക്കുന്നത്. ഇവർക്ക് ചിങ്ങമാസം മുഴുവൻ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ ഇവർക്ക് മീനം രാശിക്ക് ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ. ഉത്രാടം, തിരുവോണം ദിവസങ്ങളിൽ. എങ്കിൽ ഇവർക്ക് ശനി, ചൊവ്വ, സർപ്പം ഇവ പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം.
4/9/2025 4 തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 2, 0, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 5/9/2025 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 2, 5, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 4, 5 തീയതികളിൽ രാവിലെ 4:43 AM മുതൽ 5:31 AM വരെയാണ് 4, 5 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 4-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി 1 മിനിറ്റ് PM മുതൽ ഉച്ചയ്ക്ക് 12 മണി 50 മിനിറ്റ് PM വരെയാണ് 4-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 5-ാം തീയതി ചെറിയ മാറ്റമുണ്ട്. ഉച്ചയ്ക്ക് 12 മണി 1 മിനിറ്റ് PM മുതൽ ഉച്ചയ്ക്ക് 12:49 PM വരെയാണ് 5-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. ഉത്രാടത്തിൻ്റെ അന്ന് 4-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി 57 മിനിറ്റ് PM മുതൽ ഉച്ചയ്ക്ക് 3 മണി 28 PM വരെയാണ് 4-ാം തീയതി രാഹുകാലം. 5-ാം തീയതി തിരുവോണ ദിവസം 10:54 AM മുതൽ 12:25 PM വരെയാണ് 5-ാം തീയതി രാഹുകാലം. അപ്പോൾ തിരുവോണ ദിവസം 12:25 PM ശേഷമേ ഊണ് വിളമ്പാവുള്ളൂ. അപ്പോൾ ഈ ഇലയിട്ട് വിളമ്പുമ്പോൾ തീർച്ചയായിട്ടും ഈ ചാവിന് വെക്കുക എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അതായത് പൂർവികർക്ക് ആഹാരം കൊടുക്കുക എന്നാണ്. അതൊക്കെ ഉച്ചയ്ക്ക് 12 മണി 25 മിനിറ്റ് PM ശേഷമേ ചെയ്യാവുള്ളൂ. അതിനുശേഷം പൂർവികർക്ക് ആഹാരം കൊടുക്കുന്ന ചടങ്ങ് ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞ് അതിന് ശേഷമേ നമ്മൾ തിരുവോണ ദിവസം ഊണ് കഴിക്കാൻ പാടുള്ളൂ. എനിവേ, വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും അടിപൊളി ഓണം ഉണ്ടാവട്ടെ. ആഘോഷിച്ച് ആഹ്ലാദത്തിമോർപ്പോടെ സമ്പൽ സമൃദ്ധമായ രീതിയിൽ ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസ നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.